ഹായ് ഫ്രണ്ട്സ്, ഈ സ്റ്റോക്കുകളിൽ ഇൻഡിക്കേറ്റർ നൽകുന്ന സൂചനകൾ അതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് എക്സിറ്റ് എൻട്രിയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ നമുക്ക് ധാരാളമായിട്ട് മാർക്കറ്റിൽ കാണും. അതിലൊരു കുഴപ്പമില്ല, പലപ്പോഴും അത് സക്സസ് കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്നാൽ ഒരു ഇൻഡിക്കേറ്റർ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ട്രേഡുകൾ എടുക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. കാരണം ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു സൂചന മാത്രമാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ, ഒരു അസുഖത്തിന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞെന്ന് കരുതുക. നമ്മൾ ഉടൻ തന്നെ ഓപ്പറേഷൻ പോകാറില്ലല്ലോ. നമ്മൾ വേറെയും ഡോക്ടർമാരെ കാണും, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കും, ചിലപ്പോൾ തേർഡ് ഒപ്പീനിയൻ എടുക്കും. അങ്ങനെ ഒരു കൺഫർമേഷൻ വന്നാലേ നമ്മൾ ഓപ്പറേഷനിൽ തലവെക്കുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് സ്റ്റോക്കുകളിലെ ഇൻഡിക്കേറ്ററുകളുടെ കാര്യം. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ നൽകുന്ന സൂചന ഒരു ബൈ സിഗ്നലാണോ അല്ലെങ്കിൽ സെൽ സിഗ്നലാണോ എന്ന് ഒറ്റയടിക്ക് ഉറപ്പിക്കാതെ മറ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററുകളുടെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതൊന്ന് കൺഫേം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള ഈ മാർക്കറ്റ് ക്രാഷ്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വൻ ക്രാഷാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അതിതീവ്രമായ സെല്ലിംഗ് നടക്കുന്ന സ്റ്റോക്കുകളുണ്ട്. ഇതൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അത്തരം സ്റ്റോക്കുകളെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ലഭിച്ചെന്ന് വരും. ഈ RSI പോലെയുള്ള ഇൻഡിക്കേറ്റർ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ RSI ഉപയോഗിച്ചുകൊണ്ട് ചില സ്റ്റോക്കുകളിൽ നമ്മൾ അതിൻ്റെ ബൈങ് ലെവൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അഥവാ RSI എന്ന് പറയുന്നത് ഒരു മൊമെൻറ്റം ഇൻഡിക്കേറ്ററാണ്. അതായത് ഒരു സ്റ്റോക്കിൻ്റെ വിലയുടെ വളർച്ചയുടെ സ്പീഡ് എത്രമാത്രം ഉണ്ട്, അതിൻ്റെ സ്പീഡ് കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഇൻഡിക്കേറ്ററാണത്. കുറച്ചും കൂടി കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉദാഹരണത്തിന് നമ്മളെ വാഹനങ്ങളിലുള്ള സ്പീഡോമീറ്റർ ഉണ്ടല്ലോ, അതുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തിയാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പോൾ 30-ൽ താഴെയുള്ള സ്പീഡിലാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ അതൊരു സേഫായിട്ടുള്ള സ്പീഡാണ്. വണ്ടിയുടെ നിയന്ത്രണം പൂർണ്ണമായി നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തഭ്യാസവും വണ്ടിയിൽ കളിക്കാൻ പറ്റും. എന്നാൽ 70-ന് മുകളിലാണ് നിങ്ങളുടെ സ്പീഡെങ്കിൽ അതിന് ആക്സിഡൻറ്റ് സാധ്യതകൾ കൂടുതലാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പെട്ടെന്ന് ഒരു ബമ്പോ അല്ലെങ്കിൽ ഒരു ടോളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി ചവിട്ടേണ്ടി വരും, നിർത്തേണ്ടി വരും. അത് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അത് ഒരു അപകടകരമായൊരു മേഖലയാണ് 70-ന് മേലെ. അപ്പോൾ ഇതുപോലെ ഇൻഡിക്കേറ്റർ RSI ഇൻഡിക്കേറ്ററിലും ഈ 30-70 പറയുന്ന ലിമിറ്റുകളുണ്ട്. അപ്പോൾ 70 അപ്പർ ലിമിറ്റ്, 30 ലോവർ ലിമിറ്റ്. അപ്പോൾ ഇത് തന്നെ 80 അപ്പർ ലിമിറ്റും 20 ലോവർ ലിമിറ്റും എന്ന രീതിയിലും വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ ആ ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വിലയിലുണ്ടാകുന്ന മൊമെൻറ്റം അത് 70 കടന്നാൽ അത് അതിൻ്റെ വളർച്ചയുടെ പീക്കിലെത്തിയെന്നും ഏത് സമയവും ഒരു സെല്ലിംഗ് പ്രഷർ അതിലുണ്ടാകാമെന്നുമാണ് ആ RSI ഇൻഡിക്കേറ്റർ നൽകുന്ന സൂചന. അഥവാ സ്റ്റോക്ക് ഓവർ ബോട്ട് സോണിലെത്തി എന്ന് നമ്മൾ പറയും. അപ്പോൾ അതേപോലെ RSI ഇൻഡിക്കേറ്റർ താഴോട്ട് പോയിട്ട് 30-ൽ താഴെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മൊമെൻറ്റം അഥവാ സ്പീഡ് കുറഞ്ഞെന്നും ഇനി അധികം വിൽപ്പന ആ സ്റ്റോക്കിൽ ഉണ്ടാവില്ലെന്നും ഓവർ സോൾഡ് ആയെന്നുമാണ് ഈ RSI ഇൻഡിക്കേറ്റർ അത് നമ്മോട് പറയുന്ന സൂചന. അപ്പോൾ ഇങ്ങനെ ഓവർ സോൾഡ് പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റോക്കുകളെ ഒരു ഉദാഹരണമായി എടുത്തുകൊണ്ട് നമുക്ക് ഈ കൺസെപ്റ്റിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉദാഹരണമായിട്ട് HDFC ബാങ്ക് എടുക്കാം. HDFC ബാങ്കിൻ്റെ ഇന്നത്തെ അതിൻ്റെ ഓവർ സോൾഡ് പൊസിഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് 26.16 എത്തിയിരിക്കുക, അതായത് 30-ൽ താഴെയാണ്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ RSI ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴും 30-നടുത്തെത്തുമ്പോൾ അത് തിരിച്ച് കയറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വർഷം തന്നെ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ 15% HDFC ബാങ്ക് എന്ന് പറയുന്ന നിഫ്റ്റിയിലെ ഒരു ഹെവി വെയ്റ്റ് സ്റ്റോക്കിൽ കറക്ഷൻ വന്നിട്ടുള്ളത്. ഇതൊരു ഭയങ്കര കറക്ഷനാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം HDFC എന്ന് പറയുന്നത് അത്ര ഒരു വലിയ കമ്പനിയാണ്. കൂടാതെ അതിൻ്റെ ബിസിനസ് വളരെ സ്ട്രോങ് ആണ്. സെയിൽസ് ഗ്രോത്തിലായാലും പ്രോഫിറ്റ് ഗ്രോത്തിലായാലും വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പം വന്നിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഈ മേർജിങ് ആയിട്ട് ബന്ധപ്പെട്ട, അതായത് HDFC ബാങ്കും HDFC മേർജ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ട് ബുക്കുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ചില അക്കൗണ്ടിങ് റേഷ്യോകൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പ്രതീക്ഷത്ര ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് വന്നിട്ടുള്ള ഒരു കറക്ഷനാണ്. കൂടാതെ
മൊത്തത്തിൽ ബോണ്ട് ഈൽഡുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലൊക്കെ കണ്ടുവരുന്ന അതിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പിന്മാറ്റം ഇതൊക്കെ ആണ് ഈ ബാങ്കിങ് സ്റ്റോക്കുകൾ മൊത്തത്തിലും HDFCയിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ HDFC ഒരു നിഫ്റ്റി ഹെവി വെയിറ്റ് ആയതുകൊണ്ട് നിഫ്റ്റി വൻതോതിൽ ക്രാഷായി എന്ന് മാത്രം. അപ്പോൾ അതാണ് HDFCയുമായി പറയുന്നത്. ഇനി ബജാജ് ഫിൻസർവ് നോക്കുകയാണെങ്കിൽ അതും ഓവർ സോൾഡ് പൊസിഷനിൽ നമുക്ക് കാണാൻ കഴിയും. 29.13 എന്ന RSI ആണ് ഇൻഡിക്കേറ്ററാണ് നമുക്കിവിടെ കാണിക്കുന്നത്. മൊത്തത്തിൽ ഈ സ്റ്റോക്ക് 9% അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി അടുത്ത സ്റ്റോക്ക് നമ്മൾ നോക്കാൻ ടാറ്റ ടെക്നോളജീസ് ആണ്. ഇത് 17% ഡൗൺ ആണ്. വമ്പിച്ച ഒരു IPOയുമായി വന്ന സ്റ്റോക്കായിരുന്നു ടാറ്റ ടെക്നോളജി. ഭയങ്കരമായിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നേടിയ ഒരു സ്റ്റോക്കായിരുന്നു. അവിടെ നിന്ന് ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 17% വരെ കറക്ഷൻ ഈ സ്റ്റോക്കിൽ ഓൾറെഡി നടന്നതായിട്ട് കാണാം അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്നത് 27.32 എന്ന ഓവർ സോൾഡ് പൊസിഷനിലാണ്. 30 താഴെയാണ് നമുക്ക് ഈ സ്റ്റോക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ടാറ്റ ടെക്നോളജിയും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ സുപ്രീം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് സെക്ടറിലുള്ള ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയാണ്. ഈ കമ്പനി 19% ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 19% ഡൗൺ ആയി മാത്രം ഇതിൻ്റെ RSI ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് 26 താഴെ അതിൻ്റെ ലെവൽ പോയിരിക്കുകയാണ്. അതായത് 30 താഴെയാണ് RSI ലെവലും കാണിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. ഇനി മറ്റൊരു സ്റ്റോക്ക് ആണെങ്കിൽ ഗബ്രിയൽ ഇന്ത്യ എന്ന് പറയുന്ന ഓട്ടോ ആക്സിലറി കമ്പനിയാണ്. ഈ കമ്പനിയുടെ 16% ഓൾറെഡി ഇതിൻ്റെ പ്രൈസിൽ കറക്ഷൻ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇപ്പോൾ ഇതിൻ്റെ RSI 30 താഴെ വന്നതായിട്ട് കാണാം. 29.23 എന്ന ലെവലിലാണ് RSI നമുക്കിവിടെ കാണിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് നവീൻ ഫ്ലൂറിൻ എന്ന് പറയുന്ന കമ്പനിയാണ്. പൊതുവേ കെമിക്കൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഡൗൺ ട്രെൻഡ് കാരണം താഴോട്ട് പോയൊരു സ്റ്റോക്കാണ്. ഇതിനു മുമ്പും 30 താഴെ ഒരു ലെവലിൽ പോയ സ്റ്റോക്ക് പിന്നീട് നവംബർ മാസം അത് ഒരു റാലി നടക്കുകയുണ്ടായി. അങ്ങനെ 70 പിന്നീട് ആദ്യം 70 ടച്ച് ചെയ്തുകൊണ്ട് താഴേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 25.67 ലെവലിലാണ് കാണുന്നത്. അപ്പോൾ ഏത് സമയം അത് ഒരു തിരിച്ചു കയറ്റം ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് കെമിക്കൽ സെക്ടറിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നാൽ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്ക് നന്നായിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. മറ്റൊന്ന് HDFC ലൈഫ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെയും സെയിൽസ് ഗ്രോത്തിലും പ്രോഫിറ്റ് ഗ്രോത്തിലും ഒരു കുഴപ്പവും നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ RSI സൂചിപ്പിക്കുന്നത് 29.52 എന്നുള്ള ലെവലാണ്. 30 താഴെയാണ്. അപ്പോൾ അതും ഒരു ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടെ ഈ സൂചിപ്പിച്ച ഈ പറയുന്ന ഈ സ്റ്റോക്കുകൾ ഇതിൻ്റെയൊക്കെ RSI ഞാനിവിടെ നോക്കിയിട്ടുള്ളത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഇത് നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ടേം ഉദാഹരണത്തിന് ഒരു 1 ഇയറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 2 ഇയറിനുള്ളിലൊക്കെ ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്ത് എക്സിറ്റ് ആവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണ് ഇങ്ങനെ ഒരു RSI സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നിങ്ങൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതൊന്നും ഇപ്പോൾ 30 താഴെ എന്നുള്ള RSI ലെവലിൽ എത്തിയിട്ടില്ല. അത് ചിലപ്പോൾ 40 ആ റേഞ്ചിലായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക. അപ്പോൾ അത് ഇനിയും നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. RSI എന്നുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ഇതിൽ എൻട്രി എടുക്കുമോ? കാരണം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക വീക്കിലി ടൈം ഫ്രെയിമാണ്. അപ്പോൾ അത് ഒരിക്കലും ഇപ്പോൾ ആ ഒരു 30 ലെവലിൽ എത്തിയിട്ടുണ്ടാവില്ല. ഇനി നമ്മൾ ഈ സ്റ്റോക്ക് ദീർഘകാലം ഹോൾഡ് ചെയ്യാതെ ചെറിയ ടാർഗറ്റ് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഇത് നോക്കണം. ഇനി അതല്ല നിങ്ങളൊരു സ്വിംഗ് ട്രേഡറാണ്, അങ്ങനെയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിം ഉപയോഗിക്കാം. അതല്ല നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ 5 മിനിറ്റ്സ് 15 മിനിറ്റ്സ് പോലെയുള്ള ടൈം ഫ്രെയിം ഉപയോഗിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ടൈം ഹൊറൈസൺ അനുസരിച്ച് ഈ RSI ഇൻഡിക്കേറ്ററിൻ്റെ ഉപയോഗത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സ്വാഭാവികം ഉണ്ടാകും. എല്ലാ ഈ ബ്രോക്കർ പ്ലാറ്റ്ഫോമിലും RSI ഇൻഡിക്കേറ്റർ ലഭ്യമാണ്. അത് നമുക്ക് കൃത്യമായി ഡൗൺലോഡ് ചെയ്യാം. 14 എന്നുള്ള ടൈം പീരീഡിലുള്ള RSI ആണ് നമുക്ക് പൊതുവെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 30ഉം 70ഉം എന്നതിന് പകരം നിങ്ങൾക്ക് 20, 80 എന്നുള്ള ടൈം ഫ്രെയിം ഈ ലെവലുകളും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു RSIയുമായി ബന്ധപ്പെട്ട് എങ്ങനെ സ്റ്റോക്ക് ഓവർ സോൾഡായ പൊസിഷനിൽ നിന്ന് നമ്മൾ ബൈ ചെയ്യണമെന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ 30 എന്നതുകൊണ്ട് ഒരു സ്റ്റോക്ക് ഉടൻ തന്നെ ബൈ ചെയ്യുക എന്ന ഡിസിഷൻ എടുക്കരുത്. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മൾ മറ്റ് ഇൻഡിക്കേറ്ററുകളും മറ്റ് ഈ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജികൾ ഒക്കെ നോക്കിയിട്ടായിരിക്കണം അതിൽ എൻട്രി എടുക്കേണ്ടത്. കാരണം 30 നിന്ന് താഴെ എത്തിയെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ 20ലേക്ക് പോകാം, 10ലേക്ക് പോകാം, 0 ആകാം. അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ കുറേ കാലം ആ 10, 20 ചിലപ്പോൾ ഒരു വർഷമൊക്കെ ആ 10, 20 നിന്നു എന്നൊക്കെ വരാം.
അപ്പോൾ നമ്മൾ പിന്നെ ബൈൻഡ് ഡിസിഷൻ എടുക്കേണ്ടത് അത് തിരിച്ച് 30 കയറിയിട്ട് ഒരു സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഒരു കൺഫർമേഷൻ ക്യാൻഡിലൊക്കെ നമുക്ക് കാണുകയാണെങ്കിലാണ് അതിൽ എൻട്രി എടുക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് ഓവർ ബോട്ട് പൊസിഷനിലും നമ്മൾ ചെയ്യേണ്ടത്. ഓവർ ബോട്ട് അതായത് 70 മേലെ എത്തിക്കഴിഞ്ഞാൽ സെല്ലിംഗ് സിഗ്നലാണ്. പക്ഷേ 70 കഴിഞ്ഞിട്ട് പിന്നെ 80-ലേക്കും അതല്ലെങ്കിൽ 90-ലേക്കൊക്കെ അല്ലെങ്കിൽ 100-നപ്പുറമൊക്കെ സ്റ്റോക്ക് 100-നടുത്തൊക്കെ സ്റ്റോക്ക് പോയേക്കാം. അപ്പോൾ നമ്മളത് അവിടെ 70 കടന്ന് എന്ന ഉടൻ തന്നെ സെല്ല് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ RSI ഉപയോഗിച്ചുകൊണ്ട് വിവിധ സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് എൻട്രി എക്സിറ്റുകളും പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഒറ്റൊരു വീഡിയോയിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനുവേണ്ടി വീണ്ടും കൂടുതൽ വീഡിയോ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.